ജോർദാനിലെ അബ്ദുള്ള രണ്ടാമൻ രാജാവുമായി വത്തിക്കാനിൽ കൂടിക്കാഴ്ച നടത്തി ഫ്രാൻസിസ് മാർപ്പാപ്പ. മെയ് 2-ാം തീയതി രാവിലെ വത്തിക്കാനിലെ അപ്പസ്തോലിക് കൊട്ടാരത്തിൽ വച്ചായിരുന്നു 20 മിനിറ്റ് നീണ്ട സ്വകാര്യ കൂടിക്കാഴ്ച നടന്നത്. ഫ്രാൻസിസ് മാർപ്പാപ്പയും ജോർദാൻ രാജാവുമായി പരിശുദ്ധ പിതാവിന്റെ മാർപ്പാപ്പ പദവിയുടെ തുടക്കം മുതൽ പരസ്പരം അറിയാം. 2014 ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ വിശുദ്ധ ഭൂമിയിലേക്കുള്ള അപ്പസ്തോലിക യാത്രയുടെ അവസരത്തിലായിരുന്നു അവരുടെ ആദ്യ കൂടിക്കാഴ്ച. അതിൽ ജോർദാൻ തലസ്ഥാനമായ അമ്മാനിലും പാപ്പ സന്ദർശനം നടത്തിയിരുന്നു. നമ്മെ ഒരിക്കലും നിരാശപ്പെടുത്താത്ത ഉത്തിതൻ നൽകുന്ന പ്രത്യാശയോടെ മുന്നേറാൻ ആംഗ്ലിക്കൻ സഭാ നേതൃത്വത്തെ ആഹ്വാനം ചെയ്തു ഫ്രാൻസിസ് പാപ്പ. മെയ് 2 വ്യാഴാഴ്ച രാവിലെ ആംഗ്ലിക്കൻ സഭാ നേതൃത്വത്തിന് വത്തിക്കാനിൽ അനുവദിച്ച കൂടിക്കാഴ്ചയുടെ അവസരത്തിൽ സംസാരിക്കവെയാണ് പാപ്പ ഇപ്രകാരം ആഹ്വാനം ചെയ്തത്. ക്രിസ്തു നൽകുന്ന പ്രത്യാശയോടെ ജീവിക്കാൻ ആശംസിച്ചുകൊണ്ട് ഉത്തിതനായ ക്രിസ്തു തന്റെ ശിഷ്യരോട് ആശംസിച്ചതുപോലെ ഞാനും നിങ്ങൾക്ക് സമാധാനം നേരുന്നുവെന്ന് പാപ്പ പറഞ്ഞു. ഇറ്റാലിയൻ ജനസംഖ്യാ നിരക്ക് വെളിപ്പെടുത്താൻ ഫ്രാൻസിസ് മാർപ്പാപ്പ ഫോറം ഓഫ് ഫാമിലി അസോസിയേഷനും ഫൗണ്ടേഷൻ ഫോർ ബെർഡ്സും ചേർന്ന് മെയ് 10 വത്തിക്കാന് സമീപമുള്ള കൗൺസിലിയാസിയോൺ ഓഡിറ്റോറിയത്തിൽ വെച്ച് ജനസംഖ്യാ പ്രതിസന്ധിയെക്കുറിച്ച് സംഘടിപ്പിക്കുന്ന ദ്വിദിന പരിപാടിയിലാണ് ഫ്രാൻസിസ് പാപ്പ കണക്കുകൾ വെളിപ്പെടുത്തുന്നത്. 2023 ഇറ്റലിയിലെ ജനന നിരക്ക് ചരിത്രത്തിലെ തന്നെ ഏറ്റവും താഴ്ന്നതായിരുന്നു. നാളെയെക്കുറിച്ചുള്ള വലിയ ഉത്കണ്ഠ വെളിപ്പെടുത്തുന്ന ഒരു കണക്ക് എന്നാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ ഇതിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. കുടുംബം, ജനനം, തുല്യ അവസരങ്ങൾ എന്നീ കാര്യങ്ങളെ മുൻനിർത്തിക്കൊണ്ട് ഇറ്റാലിയൻ മന്ത്രാലയത്തിന്റെ പിന്തുണയോടെയുള്ള കോൺഫറൻസിൽ മാർപ്പാപ്പ ഇത് 3-ാം തവണയാണ് പങ്കെടുക്കുന്നത്. വിശ്വാസികളിലുള്ള പരിശുദ്ധാത്മാവിന്റെ വിത്തുകൾ തിരിച്ചറിയാനും സുവിശേഷ പ്രഘോഷണത്തിൽ എല്ലാവരെയും ഉൾപ്പെടുത്തുന്നതിന്റെ ഭാഗമായി സാമൂഹികമായ വിവേചനാധികാരം ഉപയോഗിക്കാനും വൈദികരും മെത്രാന്മാരുമായുള്ള കൂട്ടായ്മ വളർത്താനും ഇടവക വൈദികരോട് ആഹ്വാനം ചെയ്ത് ഫ്രാൻസിസ് പാപ്പ. സിനഡുമായി ബന്ധപ്പെട്ട് നടന്ന ഇടവക വൈദികരുടെ സമ്മേളനത്തിൽ പങ്കെടുത്ത് 300ഓളം വൈദികർക്കായി അയച്ച കത്തിൽ ഇടവകകളിൽ സേവനം ചെയ്യുന്ന വൈദികർക്ക് പാപ്പ നന്ദി പറഞ്ഞു. വൈദികർക്കായുള്ള റോമൻ ഡിക്കാസ്ട്രി, സുവിശേഷവൽക്കരണത്തിനായും പൗരസ്ത്യ സഭകൾക്കായുമുള്ള ഡിക്കാസ്ട്രികളുമായി യോജിച്ച് ഏപ്രിൽ 29 മുതൽ മെയ് 2 വരെ നടത്തിയ സമ്മേളനത്തിൽ സംബന്ധിച്ചവർക്കാണ് പാപ്പ ഒരു കത്തിലൂടെ അഭിനന്ദനം അറിയിച്ചത്. കായിക ജീവിതത്തിൽ തിളങ്ങി നിന്ന ഫ്രഞ്ച് അത്ലീറ്റ് കായിക ജീവിതത്തോട് വിട പറഞ്ഞ് സന്യാസ ജീവിതം സ്വീകരിച്ചു. സെയിന്റ് നസയർ വോളിബോൾ ടീമിന്റെ ക്യാപ്റ്റനും അടുത്തിടെ ഫ്രഞ്ച് ചാമ്പ്യനുമായ ലുഡോവിക് ഡ്യൂ ആണ് തനിക്ക് പ്രശസ്തിയും വിജയവും കൊണ്ടുവന്ന കായിക രംഗത്തു നിന്ന് വിരമിച്ച് പുതിയ പാതയിലേക്ക് കടക്കാൻ തീരുമാനിച്ചുവെന്ന് മാധ്യമങ്ങളോടായി പ്രതികരിച്ചത്. വിശ്വാസമുള്ള ഒരു കത്തോലിക്ക കുടുംബത്തിൽ നിന്ന് വരുന്ന അദ്ദേഹം കോവിഡ് പകർച്ചവ്യാധിയുടെ സമയത്ത് ലഗ്രാസയിലെ ആശ്രമത്തിലെ സന്യാസികളുമായി സംവദിക്കാൻ ഇടയായി. അങ്ങനെയാണ് ഡ്യൂ സന്യാസം സ്വീകരിക്കുക എന്ന വലിയ ആഗ്രഹത്തിലേക്ക് കടന്നു വന്നത്.